സൗന്ദര്യം. ഒരു കാലത്ത് ഭൂമിയിൽ ഒരുപാട് വർണ്ണങ്ങളുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ റോസാപ്പൂ അന്ന് വെളുത്ത ഇതളോട് കൂടിയ ഒരു സാധാരണ പൂവായിരുന്നു. അതിന് മനോഹരമായ സുഗന്ധമുണ്ടായിരുന്നു. എങ്കിലും അതിനെ ആർക്കും ഫലമില്ലാതെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം അതിന്റെ തണ്ടിൽ കൂർത്ത മുള്ളുകൾ ഉണ്ടായിരുന്നു. മറ്റു പൂക്കൾ റോസയെ കളിയാക്കി ചിരിച്ചു. നിനക്ക് സൗന്ദര്യമുണ്ട് റോസാപ്പൂവേ, പക്ഷെ ഈ മുള്ളുകൾ നിന്നെ ആർക്കും അപ്രിയമാക്കുന്നു, ഒരു ലില്ലി പറഞ്ഞു. ആരെങ്കിലും നിന്നെ സ്നേഹത്തോടെ തൊടാൻ ശ്രമിച്ചാൽ ഈ മുള്ളുകൾ അവരെ വേദനിപ്പിക്കും. റോസയ്ക്ക് അത് സങ്കടമായി. എന്റെ തണ്ടിനെ എന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും രക്ഷിക്കാനാണ് ഈ മുള്ളുകൾ നൽകിയിരിക്കുന്നത്. പക്ഷെ എന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇത് അകറ്റി നിർത്തുന്നുണ്ടല്ലോ, റോസാപ്പൂ ചിന്തിച്ചു. അങ്ങനെ ഒരുക്കി സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ വിറ്റ്നസ് ആ പൂന്തോട്ടത്തിലൂടെ കടന്നുപോയി. റോസയുടെ ദുഃഖം കണ്ടപ്പോൾ ദേവതയുടെ കണ്ണു നിറഞ്ഞു. പ്രിയപ്പെട്ട റോസാപ്പൂവേ, മുള്ളുകൾ നിന്റെ ശക്തിയാണ്, പക്ഷേ യഥാർത്ഥ സ്നേഹം എപ്പോഴും ത്യാഗം സഹിക്കാൻ തയ്യാറാകും, വിറ്റ്നസ് പറഞ്ഞു. തുടർന്ന് വിറ്റ്നസ് റോസയുടെ വെളുത്ത ഇതളുകളിൽ തന്റെ മാന്ത്രിക ശക്തിയായിരുന്ന പ്രണയത്തിന്റെ രക്തത്തുള്ളികൾ അർപ്പിച്ചു. ആ നിമിഷം വെളുത്ത റോസാപ്പൂവിന്റെ ഇതളുകൾക്ക് ചുവപ്പ് നിറം കൈവന്നു. അതോടെ ആ റോസാപ്പൂ കൂടുതൽ സുന്ദരിയായി. ചുവപ്പ് നിറം സ്നേഹത്തിന്റെയും തീവ്രത വികാരങ്ങളുടെയും പ്രതീകമായി. അതിനുശേഷം ആളുകൾ റോസയെ സമീപിക്കാൻ ഭയപ്പെട്ടില്ല. അവർ മനസ്സിലാക്കി, ഏറ്റവും മനോഹരമായ വസ്തുക്കൾക്ക് പോലും അവയെ സംരക്ഷിക്കാൻ ഒരു പ്രതിരോധം ആവശ്യമാണ്. മുള്ളുകളെ വകവയ്ക്കാതെ ആ സുന്ദരമായ ചുവന്ന പൂവിനെ ആർക്കും ഇഷ്ടപ്പെട്ടു. അതിലൂടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ചുവന്ന റോസാപ്പൂ അനശ്വരമായ സ്നേഹത്തിന്റെ പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെട്ടു.